ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ ആചാര ലംഘനം നടന്നതായി ആരോപണം. ക്ഷേത്രത്തിനുള്ളിൽ പോലീസും ബാൻഡ് മേളക്കാരും ബൂട്ടും ചെരുപ്പും ധരിച്ച് കയറി. ശ്രീകോവിലിന് മുൻപിലെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ ബൂട്ട് അഴിക്കാതെയായിരുന്നു നടത്തിയതും. ഇതിനു പുറമെ കുത്തിയോട്ട സംഘങ്ങൾക്കൊപ്പമെത്തിയ ബാൻഡ് മേളക്കാരും ചെരുപ്പ് അഴിക്കാതെയാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ നോക്കി നിൽക്കവെയായിരുന്നു ഈ സംഭവം. പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കുത്തിയോട്ടം നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കുത്തിയോട്ടത്തിൻ്റെ ഓരോ സംഘങ്ങളും 7 പേരടങ്ങുന്ന സംഘങ്ങളായിട്ടാണ് ഈ ക്ഷേത്രനഗരിയിലേക്ക് വരുന്നത്, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഓരോ സംഘത്തിനൊപ്പവും വിവിധ ബാൻഡ് മേളക്കാരടക്കം ഉണ്ടാകുന്നുണ്ട്. ഈ ബാൻഡ് മേളങ്ങളിലടക്കം വരുന്ന സംഘം ആണ് ചെരുപ്പ് അഴിക്കാതെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. പലരും അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ചെരുപ്പ് അഴിച്ച് പ്രവേശിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ സംഘങ്ങളെല്ലാവരും, അതായത് 581 കുട്ടികളാണ് ഈ കുത്തിയോട്ടത്തിന് അണിനിരുന്നത്. ആ കുത്തിയോട്ടത്തിന് അണിനിരുന്ന കൂട്ടത്തിൽ ആ 581 കുട്ടികളിൽ 7ആയി തിരിച്ചുകൊണ്ട് ഓരോ സംഘത്തിനുമൊപ്പം ഒരു ബാൻഡ് മേളം ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് മേളങ്ങളുണ്ടാകും, നാസിക് ദോൽ പോലെയുള്ള മേളങ്ങളുണ്ടാകും. ഈ മേളം നടത്തുവാനുള്ള കുട്ടികളെല്ലാവരും, ഈ പങ്കെടുത്ത വാദ്യ മേളക്കാർ എല്ലാവരും ഈ ക്ഷേത്രം ശ്രീകോവിലിന് ഉള്ളിൽ വരെ, അതായത് ശ്രീകോവിലിന് തൊട്ട് സമീപം വരെ പ്രവേശിച്ചത് ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. പലരും പറഞ്ഞെങ്കിൽ പോലും അത് അങ്ങനെ കൂട്ടാക്കാൻ തയ്യാറായില്ലെന്നാണ് ഇപ്പോൾ ആരോപണമായി ഉയരുന്നത്. മറ്റൊന്ന്, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മുമ്പിൽ പോലീസ് നടത്തുന്ന ഒരു ഗാർഡ് ഓഫ് ഓണർ ഉണ്ട്. ആ ഗാർഡ് നൽകിയ സമയത്ത് പോലും ബൂട്ട് അഴിച്ചു മാറ്റിക്കൊണ്ട് ഗാർഡ് ഓഫ് ഓണർ നൽകാൻ പോലീസും തയ്യാറായില്ല. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ അമ്മയുടെ ആറ്റുകാൽ ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ് നടക്കുന്ന സമയമാണ്. ആ പുറത്തെഴുന്നള്ളിപ്പിനായി അവിടെ തിടമ്പേറ്റുന്നതിന് ഗജവീരൻ സ്ഥലത്തേക്ക് എത്തുന്നു, ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. ആ സമയത്തും പോലീസും ഈ ബൂട്ട് അഴിച്ചു മാറ്റാൻ നൽകിയില്ലെന്നാണ് ഇപ്പോൾ ആരോപണമായി വരുന്നത്. നമുക്ക് ഈ നടപ്പന്തലിൽ, അതായത് ഈ നടപ്പന്തലിൽ തന്നെ ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പാദരക്ഷകൾ യാതൊരു കാരണവശാലും നടപ്പന്തലിൽ ഇടാൻ പാടുള്ളതല്ല എന്ന ഒരു സ്ട്രിക്റ്റ്ലി എഴുതിയ ഒരു ബോർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ഉറപ്പ് എല്ലാവരും പാലിക്കപ്പെടണമെന്നൊരു ബോർഡ് നടപ്പന്തലിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വയ്ക്കുമ്പോൾ, നടപ്പന്തലിൽ മാത്രമല്ല ക്ഷേത്രം ശ്രീകോവിലിന് തൊട്ട് അടുത്തായി, ശ്രീകോവിലിന് തൊട്ട് സമീപം വരെ ഈ ചെരുപ്പ് ഉപയോഗിച്ച് കയറുന്ന സാഹചര്യമുണ്ടായി. പോലീസും അതോടൊപ്പം തന്നെ ഈ നാസിക് ദോൾ, അതുപോലൊപ്പം ഈ ബാൻഡ് മേളം നടത്തുന്ന മേളവാദ്യക്കാർ അടക്കം ഇത്തരത്തിൽ കയറുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ സമയത്തെല്ലാം ആറ്റുകാൽ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട, ഈ ക്ഷേത്ര സമിതിയുമായി ബന്ധപ്പെട്ടവരെല്ലാവരും ഈ സംഭവ സ്ഥലത്തുണ്ട്, ഈ സ്ഥലത്ത് നിൽക്കുന്നത്. അവരാരും ഇത് തടയുവാനോ ഒന്നും തയ്യാറായതുമില്ല. അങ്ങനെ ഒരു രീതിയിൽ ക്ഷേത്രത്തിൻ്റെ പാവനതയെ, പരിപാവനതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലൊരു സമീപനമാണ് ഉണ്ടായത്. വളരെയേറെ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. പലരും ഇത് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിൽ പോലും പിന്നീട് അത് കൂട്ടാക്കാൻ തയ്യാറായില്ല എന്നതടക്കമുള്ളതാണ് വിമർശനങ്ങൾ. നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും ആ ഓരോ മേളക്കാർ. കാരണം ഇത്തരത്തിൽ മേളങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ഷേത്രാചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വേണം ഈ മേളങ്ങളായാലും ശരി, മറ്റ് വാദ്യമേളങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് എന്തൊക്കെയാണോ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്, അവരെല്ലാം ഇത്തരം നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഇവിടെ അത് പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഈ ക്ഷേത്ര ഭരണസമിതി അടക്കം നോക്കി നിൽക്കുമ്പോഴാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലേക്ക് ഈ ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ആ ശ്രീകോവിലിന് തൊട്ടു മുമ്പിൽ തന്നെ ഈ പല ഉപദേവതകളുടെ അടക്കം പ്രതിഷ്ഠയും അതിന് ചുറ്റിലുമായി ഉണ്ട്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ എത്തിയവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്രയും ഒരു ഗൗരവപൂർണമായ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ല അല്ലെങ്കിൽ എന്ന നിലയിലാണ് ഈ ആറ്റുകാൽ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ആറ്റുകാൽ ഭരണസമിതിയുടെ ഭാഗത്തും ഉണ്ടായതെന്നാണ് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ 581 കുട്ടികൾ, ആ 581 കുട്ടികളെ 7 സംഘങ്ങൾ, കുട്ടികളെ ഓരോ 7 പേരടങ്ങുന്ന സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ക്ഷേത്ര ദർശനത്തിലേക്ക്, ക്ഷേത്രത്തിൻ്റെ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ആ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരും അതേ പരിപാവനത, അതായത് കുത്തിയോട്ടത്തെ നമ്മൾ എത്രത്തോളം പരിപാവനതയോടെയാണ് കാണുന്നത്, ആ പരിപാവനത ഒപ്പം വരുന്നവർക്കും ഉണ്ടാകണമെന്ന ഒരു പ്രാഥമികമായ വിവരം പോലും, അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു പരിജ്ഞാനം പോലും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഈ കുത്തിയോട്ട സംഘങ്ങളുടെ ഒപ്പം വരുന്ന ബാൻഡ് മേളക്കാരടക്കം ഈ ചെരുപ്പ് ഉപയോഗിക്കുകയും ചെരുപ്പുകൾ അഴിച്ചു മാറ്റാൻ കൂട്ടാക്കാതെ ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിന് സമീപത്തേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും അത് മാറ്റണമെന്നാവശ്യപ്പെടുവാൻ ഈ ഭരണസമിതിക്ക് അടക്കമുള്ളവർ തയ്യാറായതുമില്ലെന്ന്. എന്തുകൊണ്ടാണ് പ്രശാന്ത് ഇത് കടുത്ത ആചാര ലംഘനമാണ് നടന്നിരിക്കുന്നു എന്നതിൽ സംശയം ഏതുമില്ല?
ഈ ശ്രീകോവിലേക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇവർ ചെരുപ്പിട്ട് കയറി എന്നതിന് ഈ ദൃശ്യങ്ങൾ സാക്ഷി. അത് മനസ്സിലാകാതിരിക്കാനും തരമില്ലല്ലോ. ഈ ക്ഷേത്ര സമിതി ഭരണസമിതി അംഗങ്ങൾ എന്തുകൊണ്ട് ഇതിൽ മൗനം പാലിച്ചു എന്ന് വേണം കരുതാൻ. ദിവസങ്ങൾ ആഴ്ചകൾ നീണ്ട വ്രതമെടുപ്പിന് ശേഷമായിരിക്കുമല്ലോ ഓരോ കുത്തിയോട്ട ബാലന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ ഈ ഒരു നിമിഷത്തിനു വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവുക. തീർച്ചയായും മാസങ്ങൾ നീണ്ട വ്രതമെടുപ്പ് ഈ കുടുംബത്തിൽ, അതായത് കുട്ടികളുടെ മാതാപിതാക്കളുണ്ടാകും. അവരുടെ ഒരു ജന്മസാഫല്യമാണ് ഈ വ്രതം കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വ്രതമെടുക്കാൻ വരുന്ന കുട്ടികൾ 7 ദിവസം ക്ഷേത്ര സന്നിധിയിൽ തന്നെ തങ്ങും. അങ്ങനെ 7 ദിവസം ക്ഷേത്ര സന്നിധിയിൽ താമസിച്ചുകൊണ്ട് ദേവീ ദർശനം ചെയ്തുകൊണ്ട് 1008 തവണ പ്രദർശനം നടത്തിക്കൊണ്ടാണ് ഈ കുത്തിയോട്ടത്തിന് സജ്ജമാകുന്നത്. അങ്ങനെ കുത്തിയോട്ടത്തിന് സജ്ജമാകുന്ന കുട്ടികൾ, ആ കുട്ടികൾക്കൊപ്പം വരുന്ന സംഘങ്ങൾ, അതായത് ഈ കുട്ടികൾക്കൊപ്പം സഞ്ചരിക്കുന്ന മേളക്കാർ, ആ മേളക്കാരും അതേ പരിപാവനത കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ ആ ഒരു ആചാരത്തിൻ്റെ ആ പരിപാവനത കാത്തു സൂക്ഷിക്കണമെന്ന് പറയുവാൻ പോലും ആരും തയ്യാറായില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും ദൗർഭാഗ്യകരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ നേതാവ് ആറ്റുകാൽ മുൻ കൗൺസിലർ കൂടിയായ ശ്രീമതി RC ബീന നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ബീന, കടുത്ത ആചാര ലംഘനം ആറ്റുകാലിൽ നടന്നിരിക്കുന്നു. ഈ പാദരക്ഷകൾ ഇല്ലാതെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കേണ്ട ഇടത്ത്, അതും വ്രതം അനുഷ്ഠാനത്തോടു കൂടി കുത്തിയോട്ട ബാലന്മാരും മറ്റു ഭക്തരുമൊക്കെ എത്തിയ അതേ ദിവസം തന്നെ ഭരണസമിതി അംഗങ്ങൾ നോക്കി നിൽക്കവേ ഇങ്ങനെ ചെരുപ്പ് ധരിച്ച് അമ്പലത്തിനകത്തേക്ക് കയറിയിരിക്കുകയാണ് പോലീസും ബാൻഡ് മേളക്കാരും. ഇന്നലെ ദേവി പുറപ്പാട് മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന ഒരു, നിങ്ങൾക്കറിയാലോ, കുത്തിയോട്ട ചടങ്ങ്. അതില് എല്ലാ പ്രാവശ്യവും ഈ ചടങ്ങുകളെല്ലാം നടക്കാറുണ്ടെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു. എല്ലാവരും ചെരുപ്പൊന്നും അകത്ത് ഉപയോഗിക്കുകയില്ലായിരുന്നു. ആ രീതിക്ക് അനുസരിച്ചായിരുന്നു അവിടുത്തെ സജ്ജീകരണങ്ങൾ. ഇപ്രാവശ്യം ക്ഷേത്ര ഭരണസമിതി അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരുന്നു എന്നാണ് എന്റെ അറിവിൽ ഉള്ളത്. പക്ഷെ പോലീസ് എന്ത് നിസ്സംഗ മനോഭാവമാണ് ഇതിൽ സ്വീകരിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്രാവശ്യം വന്ന പോലീസുകാരിൽ കൂടുതൽ പേരും പഴയ വർഷങ്ങളായി വരുന്ന പോലീസുകാരുണ്ട്. അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. ഇതിൽ പുതിയ കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. അവരായിരിക്കാം ഇത് ചെയ്തത്. സാധാരണ അങ്ങനെ ഇനി ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടെ അമ്മയുടെ തിരുനടയിൽ, പ്രത്യേകിച്ച് ഉത്സവമായിരിക്കുന്ന 10 ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനത്തോട് അവിടെ ക്ഷേത്രത്തിനകത്തുള്ളവരും പരിസരത്തുള്ളവരും കുത്തിയോട്ട ബാലന്മാരും എല്ലാവരും വളരെ വ്രതാനുഷ്ഠാനത്തോടെ ഇരിക്കുന്ന ഈ സമയത്ത് ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. എന്തായാലും ക്ഷേത്ര ഭരണസമിതി ഇതിനെതിരെ പറയേണ്ട സാഹചര്യത്തിൽ പറയുമെന്ന് തന്നെയാണ് എൻ്റെ അറിവുള്ളത്. പക്ഷേ ശ്രീമതി ബീന, നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ക്ഷേത്ര സമിതി അംഗങ്ങൾ, ഭാരവാഹികളും ഒക്കെ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവർ നോക്കി നിൽക്കവെയായിരുന്നു അത്രേ ഇപ്രകാരം ചെരുപ്പഴിക്കാതെ ബൂട്ടഴിക്കാതെ പോലീസും ബാൻഡ് മേളക്കാരും അവിടെ തുടർന്നത്. അല്ല, പോലീസ് അവിടെയുള്ള ട്രസ്റ്റിന്റെ അംഗങ്ങൾ നോക്കി അങ്ങനെ അവർ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ അങ്ങനെ ഉള്ളവർ ഒരിക്കലും ചെരുപ്പിട്ടുകൊണ്ട് അകത്ത് കയറരുതെന്നുള്ള നിഷ്കർഷയോട് തന്നെയാണ് അവർ മുന്നത്തെ പ്രാവശ്യം എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കൂടുതൽ അറിയില്ല. എന്തായാലും ട്രസ്റ്റ് ഒരിക്കലും ചെരുപ്പിട്ടും കൊണ്ട് അകത്ത് കയറുന്ന ആ രീതിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. RC ബീന പ്രതികരിച്ചതിന് BJP ആറ്റുകാൽ മുൻ കൗൺസിലർ കൂടിയായ ശ്രീമതി RC ബീനയാണ് നമ്മളോടൊപ്പം ചേർന്നത്. പ്രശാന്ത്, ഭരണസമിതി അംഗങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നതിലാണ് അതിശയം രേഖപ്പെടുത്തുന്നത് മുൻ കൗൺസിലറും. തീർച്ചയായും ഭരണസമിതി അംഗങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിച്ചത് തന്നെയാണ് നമുക്കും അറിയാൻ കഴിയാത്തത്. കാരണം ഇത് കാണുന്ന ആർക്കും, അല്ലെങ്കിൽ ഈ കുത്തിയോട്ടത്തോടൊപ്പം ഇത്തരത്തിൽ ബാൻഡ് മേളങ്ങൾ അടങ്ങുന്ന സംഘം വരുമ്പോഴും, അല്ലെങ്കിൽ പോലീസുകാർ അടങ്ങുന്ന സംഘം ഗാർഡ് ഓഫ് ഓണർ നൽകുമ്പോഴും ക്ഷേത്രത്തിൽ ഇത്തരം ബൂട്ടുകൾ അഴിക്കണമെന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിന് ഒരു ബാധ്യതപ്പെട്ട ആളുകൾ തന്നെയാണ് ഭരണസമിതി അംഗങ്ങൾ എന്ന് പറയുന്നത്. ആ അംഗങ്ങളുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് പെട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും
ഇതിൽ മനസ്സിലാക്കാൻ കഴിയാത്തതല്ല. എന്തുകൊണ്ട് അവർ പ്രതികരിച്ചില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് പറയുമ്പോൾ പോലും നമുക്കത് അതിനെ എത്ര കണ്ട് വിശ്വാസ്യം ആണെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്രയധികം പേർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതെല്ലാം ഈ ചെരുപ്പിട്ടുകൊണ്ട് തന്നെ ആയിരുന്നു ഉള്ളിലേക്ക് കയറുകയും പ്രവേശിക്കുകയും ഒക്കെ ചെയ്തത്. പലരും ഭക്തരായുള്ളവർ പോലും പലരും ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലർക്ക് അതിൽ കയറുന്നതിനൊരു വൈമുഖ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇതെന്ന് നമുക്ക് വ്യക്തമാക്കേണ്ടതിന് ഇനിയിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടവരാണ്. കാരണം ഇത് അല്ലെങ്കിൽ ഈ ഒരു ദിവസം ക്ഷേത്രത്തിലേക്ക് ഉള്ളിൽ, അതായത് ഈ കുത്തിയോട്ട ദിവസം ക്ഷേത്രത്തിനുള്ളിൽ ഈ പുറത്തുനിന്ന് ആളുകൾ വരുന്നത് കൊണ്ട് ചെരുപ്പ് ഇട്ട് കയറാനുള്ള അനുമതി ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും വിശദീകരണം അടക്കം നൽകേണ്ടത് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളാണ്. പക്ഷേ ഒരു ഭക്തരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് ഏറ്റവും വേദനാജനകമാണ്. കാരണം അവൻ ഭക്തിയോടെ കാണുന്ന, പ്രത്യേകിച്ച് ഈ ആറ്റുകാൽ ദേവീക്ഷേത്രം പോലെ അവൻ ഭക്തിയോടെ കാണുന്ന ആരാധിക്കുന്ന മൂർത്തിയുടെ മുന്നിലേക്ക് ഒരു സംഘം ചെരുപ്പ് ഉപയോഗിച്ച് കയറുക, അതും ഈ ബാൻഡ് മേളം അടക്കമുള്ള അല്ലെങ്കിൽ നാസിക് ദോൾ പോലെയുള്ള മേളം നടത്തുന്ന കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആളുകൾ അതിലേക്ക് ചെരുപ്പ് ഉപയോഗിച്ച് കയറുക എന്നത് ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഒരു അംഗീകരിക്കാൻ കഴിയുന്നോ അല്ലെങ്കിൽ വേദനാജനകമായ ഒരു കാര്യമാണ്. അതിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു അല്ലെങ്കിൽ ഈ സംഘങ്ങൾക്കൊപ്പം ബാൻഡ് മേളം ഉണ്ടെങ്കിൽ ക്ഷേത്രാചാരത്തിൽ പറയപ്പെടുന്ന രീതിയിലുള്ള ക്ഷേത്രാചാരങ്ങൾ പാലിക്കപ്പെട്ട് വേണം, അല്ലെങ്കിൽ ക്ഷേത്രാചാരങ്ങൾ പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ബാൻഡ് മേളവുമായി വരേണ്ടതെന്ന കാര്യങ്ങളടക്കം നിർദ്ദേശം നൽകേണ്ടതും ഈ ഭരണസമിതിയാണ്. ആ ഭരണസമിതി അത്തരം നിർദ്ദേശങ്ങൾ ഈ സംഘങ്ങൾക്കോ അല്ലെങ്കിൽ കുത്തിയോട്ട സംഘങ്ങൾക്കോ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കൂടുതൽ വിശദീകരണം നൽകേണ്ടതും വ്യക്തത തരേണ്ടതുമെല്ലാം ഈ ക്ഷേത്രം ഭരണസമിതികളും ഭാരവാഹികളുമാണ്. ഏതായാലും ഈ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും എല്ലാം നോക്കി നിൽക്കുകയാണ്. ശ്രീകോവിലിന് മുൻവശം വരെ, അതായത് ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിന് മുൻവശം വരെ ചെരുപ്പ് ഉപയോഗിച്ച് കയറുകയും അതിലൂടെ തന്നെയാണ് ഈ ബാൻഡ് മേളം അടക്കമുള്ള ഈ കുത്തിയോട്ട സംഘങ്ങൾ അമ്മയ്ക്ക് ദേവിക്ക് ഈ മണക്കാട് ശാസ്താവിൻ്റെ വരവിനായി അല്ലെങ്കിൽ മണക്കാട് ശാസ്താവിനേക്ക് ക്ഷേത്രസന്നിധിയിലേക്ക് പുറത്തെഴുന്നള്ളുമ്പോൾ അതിന് അകമ്പടി സേവിക്കുന്ന ഈ പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും എത്തും.